ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടി വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തം കാണുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ലൂക്കോസ് 2 വോളിയമായി എഴുതിയ ഒരു ഗ്രന്ഥത്തിലെ 2-ാം പുസ്തകമാണല്ലോ അപ്പസ്തോല പ്രവൃത്തികൾ. മത്തായിയുടെ സുവിശേഷം 28-19-20 വാക്യങ്ങളിലെ ക്രിസ്തുവിന്റെ മഹാനിയോഗത്തിന്റെ നിറവേറൽ കൂടിയാണ് ഈ പുസ്തകം എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. അപ്പസ്തോല പ്രവൃത്തികളിൽ സഭ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു, സുവിശേഷീകരണം എങ്ങനെയൊക്കെ ആയിരിക്കണം തുടങ്ങിയ അനേക കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മ നിറവിന് ശേഷം യെരുശലേമിൽ തുടങ്ങി റോമൻ സാമ്രാജ്യത്തിൽ ആകമാനം വ്യാപിക്കുന്നത് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യഹൂദന്മാർ മാത്രം ദൈവജനങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്ന് സകല മാനവ വർഗത്തിലേക്കും രക്ഷ പകരപ്പെടുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്വന്തം ശക്തി കൊണ്ടോ പണം കൊണ്ടോ സഭയ്ക്ക് രൂപം പ്രാപിക്കുവാനോ വളരുവാനോ കഴിയുകയില്ല. പലരുടെയും ധാരണ അങ്ങനെയാണ്. കുറെ പണം കൊണ്ടോ അല്ലെ കുറച്ച് കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒക്കെ ചില ബിസിനസ് സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നത് പോലെ സഭ സ്ഥാപിക്കാമെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ അതൊരിക്കലും സാധിക്കുന്നതല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് സഭ വളരുന്നത് അഥവാ വളരേണ്ടത്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തീയ വിശ്വാസം യെരുശലേമിൽ നിന്ന് സിറിയ, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലേക്ക് ശക്തമായ നിലയിൽ വളർച്ച പ്രാപിക്കുവാനായിട്ട് ഇടയായ ചരിത്രം ഈ അപ്പസ്തോല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ 39 നഗരങ്ങളിലും 30 രാജ്യങ്ങളിലും മറ്റ് ദ്വീപുകളിലും അത് പരക്കുവാനായിട്ട് ഇടയായി തീർന്നു. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, ബർന്നബാസ്, യാക്കോബ്, സ്തെഫാനോസ്, ഫിലിപ്പോസ്, തിമോത്തിയോസ്, ശീലാസ്, തീത്തോസ്, അപ്പല്ലോസ്, ലൂക്കോസ്, ലുദിയ തുടങ്ങിയവരെയൊക്കെ ദൈവം ശക്തമായി ഉപയോഗിക്കുവാനായിട്ട് ആ കാലങ്ങളിൽ ഇടയായി. മറ്റ് ആയിരക്കണക്കിന് ആളുകൾ ഈ സത്യ സുവിശേഷം സാക്ഷിക്കുന്നതിൽ അവർ തൽപരരായിരുന്നു. ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷം സാക്ഷിക്കുക എന്നുള്ളതാണ്. അത് വിളിച്ചറിയിക്കുക എന്നുള്ളതാണ് അവനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെയെല്ലാം വലിയ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തടവ്, രക്തസാക്ഷിത്വം, ഇതെല്ലാം 1-ാം നൂറ്റാണ്ടിൽ അനേകർ അനുഭവിച്ചു. ഇന്നും യഥാർത്ഥമായി നിലനിൽക്കുന്ന അനേകർക്ക് ഈ പീഡകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞത് ഇതിന്റെയൊക്കെ നടുവിൽ ഭൂലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ സുവിശേഷം അറിയിക്കണം എന്നുള്ളതായ ആ വലിയ ദൗത്യമാണ് ദൈവം തന്റെ ജനത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. പൗലോസൊക്കെ തന്റെ ജീവിതകാലം മുഴുവൻ ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞ് ശോഭിച്ചുകൊണ്ട് താന് ആ സുവിശേഷ ദൗത്യത്തിന് അതേപോലെ അനേകർ നിൽക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പൗലോസിന്റെ 1-ാം മിഷണറി യാത്ര ഏതാണ്ട് AD 46-48 കാലഘട്ടത്തിൽ താന് ആ ദൗത്യവുമായിട്ട് കടന്നുപോയതിന്റെ ഫലമായിട്ട് ഗലാത്യ പ്രദേശങ്ങളിലൊക്കെ സുവിശേഷം സ്പ്രെഡ് ചെയ്യുവാനായിട്ടിടയായി തീർന്നു.
അപ്പോസ്തല പ്രവൃത്തികൾ 13-14 അധ്യായങ്ങളിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും തന്റെ രണ്ടാം മിഷണറി യാത്ര അത് AD 50-52 കാലഘട്ടത്തിലാണ് ഗ്രീസ് തുടങ്ങിയ ഇടങ്ങളിൽ സുവിശേഷം സ്പ്രെഡ് ചെയ്യുവാനിടയായി. അത് 16, 17, 18 അധ്യായങ്ങളിൽ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. വീണ്ടും തന്റെ മൂന്നാം മിഷണറി യാത്ര ഏതാണ്ട് AD 53-57 കാലഘട്ടത്തിൽ അപ്പോഴാണ് എഫെസോസ് തുടങ്ങിയ പട്ടണങ്ങളിൽ സുവിശേഷം ശക്തിയായി സ്പ്രെഡ് ചെയ്യുവാനും സഭകള് ഉടലെടുക്കുവാനും ഇടയായിട്ടുള്ളത്. അത് 19-20 അധ്യായങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് യെരുശലേമിൽ എത്തുന്നത് AD 58-60 കാലഘട്ടത്തിലാണ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 21:8 നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ റോമയിലേക്കുള്ള തന്റെ ആ യാത്ര AD 60-ലാണ്. അത് 27-28 അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഏതാണ്ട് 2 വർഷക്കാലം പൗലോസ് താമസിച്ചുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അതിരുകളൊന്നും സുവിശേഷത്തിന് വിലക്കല്ല എന്നുള്ളതാണ്. രാജ്യങ്ങളോ അതിരുകളോ ഇതൊന്നും, അല്ലെങ്കിൽ ഇത്ര അതിര് വരെ എന്നൊന്നും ഭൂമിശാസ്ത്രപരമായിട്ടൊന്നും വിഭജിക്കുവാനായിട്ടുള്ളതല്ല സുവിശേഷീകരണം എന്നുള്ളതാണ്. ഇന്ന് ചില നേതാക്കന്മാരൊക്കെ എഴുന്നേറ്റിട്ട് അവര് ചില അതിരുകളും വരമ്പുകളും ഒക്കെ വെച്ച് അവര് അങ്ങനെ വേർതിരിക്കാറുണ്ട്. അവരുടെ ചില മേഖലകള് മറ്റുള്ളവർ അധ്വാനിച്ചത് ഭൂമിശാസ്ത്രം പറഞ്ഞും അതിര് പറഞ്ഞും പിന്നെ അതിനെ തട്ടിപ്പറിച്ച് ചില അവർക്ക് ശിങ്കിടി പാടുന്ന ഓച്ചാനിച്ചു നിൽക്കുന്ന അവർക്ക് വേണ്ടി അങ്ങനെയുള്ള സഭകളെ പിടിച്ചെടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന അനുഭവങ്ങള് ഇന്ന് ദർശനം നഷ്ടപ്പെട്ട അധോലോകത്തേക്കാൾ കഷ്ടമായ ചില നേതാക്കന്മാരിലൊക്കെ നമുക്ക് ആത്മീയരെന്ന് അവർ നടിക്കുമെങ്കിലും ഇതൊക്കെ ഈ കാലഘട്ടത്ത് ഒരു ബിസിനസ് പോലെ തരം താഴ്ത്തിക്കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രാഷ്ട്രീയ ലോകത്ത് തങ്ങൾക്ക് വേണ്ടി ഗീജയെ വിളിക്കുന്ന അണികൾക്ക് വേണ്ടി പല സ്ഥാനങ്ങളും മാനങ്ങളും കൊടുക്കുന്നത് പോലെ മറ്റുള്ളവർ അധ്വാനിച്ചതൊക്കെ തട്ടിപ്പറിച്ച് കായിക ബലം കൊണ്ട് അല്ലെങ്കിൽ നേതൃബലം കൊണ്ട് ഒക്കെ നേടിയെടുത്തിട്ട് ഒരാത്മാവിനെ പോലും നേടാതെ ഒരു മിഷൻ സ്റ്റേഷൻ പോലും സ്ഥാപിക്കാതെ നേതാക്കന്മാരെന്ന് പറഞ്ഞ് സുവിശേഷം എന്താണെന്നറിയാതെ നടക്കുന്ന ജഡീകന്മാരിന്ന് വർദ്ധിച്ചു വരുന്ന ഒരു തലമുറയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് അതിരും വരമ്പും ഒന്നുമില്ല. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം കടന്നുപോയി നിർമ്മല സുവിശേഷം നിങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന് പറയുവാനായിട്ട് ഉള്ളത്. അതേ പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് വളരെയധികം ശക്തിമത്തായ ഒരു ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഉപദ്രവമുണ്ടാകും. പൗലോസ് അനുഭവിച്ചതുപോലെ കല്ലേറ്, പലവിധമായ പീഡകള്, ഇതൊക്കെ മാത്രമായിരിക്കും പ്രതിഫലമായി ലഭിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും മുന്തിയ സ്ഥാനമാനങ്ങൾക്കും മുന്തിയ വരുമാന മാർഗത്തിനും വേണ്ടി സുവിശേഷത്തെ തരം താഴ്ത്തി കളഞ്ഞിരിക്കുന്ന അനുഭവം ഓർത്തുകൊണ്ട് യഥാർത്ഥ സുവിശേഷകരെ ദൈവം ശക്തിയോടെ വാർത്തെടുക്കേണ്ടതിനു വേണ്ടി മുട്ടിപ്പായി അതേ ആത്മീയ ദർശനം പ്രാപിച്ച ജനം കണ്ണു തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് സഭയെ ദൈവം ഒരുക്കുമാറാകട്ടെ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ.
പെന്തക്കുസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടില്ലാത്ത കടപ്പാൻ വയ്യാത്ത നീളുറവയിന്ന് തുറക്കനാഥ. നീന്തിയിട്ടില്ലാത്ത കടപ്പാൻ വയ്യാത്ത നീളുറവയിന്ന് തുറക്കനാഥ. പെന്തക്കുസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ചലിക്കുന്ന എല്ലാ